ഒഡീഷയിലെ ജാജ്പൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ദുരന്ത സംഭവം ആധുനിക സാമൂഹിക ബന്ധങ്ങളിലെ വൈകാരിക പ്രതിസന്ധികളെയും പ്രണയബന്ധങ്ങളിലെ നിസ്സഹതയും ഭൗതിക നേട്ടങ്ങൾ മനുഷ്യബന്ധങ്ങളെ എങ്ങനെ വഴിതിരിച്ചു വിടുന്നു എന്നതിനെയും വരച്ചു കാട്ടുന്നു. 14 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ കാമുകിക്ക് സർക്കാർ ജോലി ലഭിച്ചപ്പോൾ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ഇതേ തുടർന്ന് സ്വന്തം ജോലിയും ജീവിതവും ത്യജിച്ച് അവളെ പഠിപ്പിച്ച കാമുകൻ ജീവനൊടുക്കുകയും ചെയ്ത സംഭവം വൈകാരികമായ വഞ്ചനയുടെ കറുത്ത ചിത്രം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ചതുർഭുജ് ദാസ് എന്ന യുവാവാണ് ഈ ദുരന്തത്തിന് ഇരയായത്. സംഭവത്തിന്റെ പശ്ചാത്തലം ചതുർഭുജിന്റെ ത്യാഗം, കാമുകിയുടെ മനംമാറ്റം, സാമൂഹിക പ്രതികരണങ്ങൾ, കൂടാതെ ഇത്തരം സംഭവങ്ങൾ നൽകുന്ന നിയമപരവും ധാർമ്മികവുമായ പാഠങ്ങൾ എന്നിവ വിശദമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചതുർഭുജ് ദാസും കാമുകിയും തമ്മിൽ ഏകദേശം 14 വർഷത്തോളം നീണ്ട പ്രണയബന്ധമാണ് ഉണ്ടായിരുന്നത്. കൗമാരം മുതൽ ആരംഭിച്ച ആഴമേറിയ ഈ ബന്ധം ഇരുവരുടെയും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്ന ഒന്നാണ്. സാധാരണ ഗ്രാമീണ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വളർന്നു വന്ന ഇരുവരും ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വപ്നങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ഈ നീണ്ട കാലയളവിൽ ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുകയും അതിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു. ദീർഘകാലത്തെ ബന്ധത്തിൽ ഇരുവരും പരസ്പരം പിന്തുണ നൽകിക്കൊണ്ട് ഒരു നല്ല ഭാവിക്കായി പരിശ്രമിച്ചിരിക്കണം. ഈ ബന്ധത്തിന്റെ ആഴവും പരസ്പര വിശ്വാസവുമാണ് ചതുർഭുജിനെ തന്റെ ജീവിത ലക്ഷ്യങ്ങളെ പോലും താൽക്കാലികമായി മാറ്റിവെച്ച് കാമുകിയുടെ സ്വപ്നം സഫലമാക്കാൻ പ്രേരിപ്പിച്ചത്. ഈ ദാരുണമായ കഥയിലെ ഏറ്റവും വേദന ഉളവാക്കുന്ന ഘടകം ചതുർഭുജ് തന്റെ കാമുകിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളാണ്. കുടുംബാംഗങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് സ്വന്തമായി ഉണ്ടായിരുന്ന ജോലി പോലും ഉപേക്ഷിച്ചാണ് ചതുർഭുജ് കാമുകിയുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒരു സർക്കാർ ജോലി നേടുക എന്നതായിരുന്നു യുവതിയുടെ ലക്ഷ്യം. ഇത് നേടിയെടുക്കാൻ സഹായിക്കുന്നതിനായി അവൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലും സാമ്പത്തികമായും വൈകാരികമായും പിന്തുണ നൽകുന്നതിലും ചതുർഭുജ് ഒരു കുറവും വരുത്തിയില്ല. ഒരു യുവാവ് തന്റെ കരിയർ താൽക്കാലികമായെങ്കിലും വേണ്ടെന്ന് വെച്ച് മറ്റൊരാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ ആ ബന്ധത്തിൽ അയാൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കാവുന്നതാണ്. ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാവി സ്വപ്നങ്ങളെ മുൻനിർത്തിയാണ് ചതുർഭുജ് ഇത്രയും വലിയ ത്യാഗം സഹിച്ചത്. യുവതിക്ക് സർക്കാർ ജോലി ലഭിച്ചാൽ അത് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാകുമെന്നും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ അത് സഹായിക്കുമെന്നും ചതുർഭുജ് ഉറച്ചു വിശ്വസിച്ചു. ഈ ത്യാഗം തികച്ചും നിസ്വാർത്ഥമായ പ്രണയത്തിന്റെ പ്രതിഫലനമായിരുന്നു. കാമുകിയുടെ ലക്ഷ്യം പൂർത്തിയാവുകയും അവർക്ക് സർക്കാർ സ്കൂളിൽ അധ്യാപികയായി ജോലി ലഭിക്കുകയും ചെയ്തതോടെയാണ് കഥയിൽ വഴിത്തിരിവുണ്ടാകുന്നത്. സാമ്പത്തിക ഭദ്രതയും മെച്ചപ്പെട്ട സാമൂഹിക പദവിയും നേടിയതോടെ യുവതി ചതുർഭുജുമായുള്ള ബന്ധത്തിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങി. ജോലി ലഭിച്ച അധികം വൈകാതെ തന്നെ ഏറെക്കാലമായി ചർച്ചയിലുണ്ടായിരുന്ന വിവാഹത്തിൽ നിന്ന് യുവതി പിന്മാറുകയായിരുന്നു. ഈ മനംമാറ്റത്തിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും പുതിയ സാമൂഹിക ചുറ്റുപാടുകളും സാമ്പത്തിക ഭദ്രതയും യുവതിയെ പഴയ ബന്ധത്തിൽ നിന്നും, പ്രത്യേകിച്ച് സ്വന്തം ഭാവിക്ക് വേണ്ടി ജോലി പോലും ഉപേക്ഷിച്ച ചതുർഭുജിന്റെ അവസ്ഥയിൽ നിന്നും അകലാൻ പ്രേരിപ്പിച്ചുവെന്നാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച പുതിയ പദവി 14 വർഷത്തെ പ്രണയബന്ധത്തെക്കാൾ വലുതായി യുവതിക്ക് തോന്നിയിരിക്കാം. പ്രണയബന്ധം അവസാനിപ്പിച്ച രീതിയാണ് ചതുർഭുജിനെ തകർത്തു കളഞ്ഞത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ താൻ ചെയ്ത ത്യാഗങ്ങളെല്ലാം പാഴായി പോയെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് താങ്ങാനായില്ല. വിശ്വാസവഞ്ചനയും പ്രണയനഷ്ടവും ഒരുമിച്ച് വന്നപ്പോൾ അത് ചതുർഭുജിന്റെ മാനസിക ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു. കാമുകി വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള കടുത്ത മനോവിഷമമാണ് ചതുർഭുജിനെ ഈ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. തന്റെ മുഴുവൻ ജീവിതവും ഒരു ലക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ആ ലക്ഷ്യം പൂർത്തീകരിച്ച ശേഷം നിഷ്കരുണം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തത് അദ്ദേഹത്തെ ആഴത്തിൽ വേദനിപ്പിച്ചു. കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ചതുർഭുജ് ജീവൻ ഒടുക്കിയതോടെ ഒരു ത്യാഗിയായ കാമുകന്റെ ജീവിതം ദുരന്തമായി അവസാനിച്ചു. ഈ സംഭവം ഗ്രാമത്തിൽ വലിയ ദുഃഖവും രോഷവുമാണ് സൃഷ്ടിച്ചത്. ചതുർഭുജിന്റെ മരണം സാമൂഹികവും ധാർമ്മികവുമായ നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നു. 14 വർഷം നീണ്ട പ്രണയബന്ധം, പ്രത്യേകിച്ചും സാമ്പത്തിക സഹായവും ത്യാഗവും ഉൾപ്പെട്ട ഒരു ബന്ധം കേവലം ഒരു ജോലി ലഭിക്കുമ്പോൾ ഒറ്റയടിക്ക് ഉപേക്ഷിക്കുന്നത് ധാർമ്മികമായി ശരിയാണോ? ഭൗതികമായ നേട്ടങ്ങൾ വ്യക്തിബന്ധങ്ങളിലെ ആത്മാർത്ഥതയും വിശ്വസ്തതയും കവച്ചു വെക്കുന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറുന്നു. തന്റെ ജീവിത ലക്ഷ്യങ്ങൾ മാറ്റിവെച്ച് മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത ചതുർഭുജ് സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പ്രണയത്തിലെ ത്യാഗങ്ങൾക്കും ആധുനിക സമൂഹം എന്ത് വിലയാണ് നൽകുന്നത്? പ്രണയബന്ധങ്ങളിലെ തകർച്ചയും വിശ്വാസവഞ്ചനയും വ്യക്തികളിൽ ഉണ്ടാക്കുന്ന മാനസികാഘാതം എത്ര വലുതാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. കടുത്ത മനോവിഷമത്തിൽ നിന്നും ആത്മഹത്യയിലേക്ക് തിരിയുന്ന അവസ്ഥ ഒഴിവാക്കാൻ കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളുടെയും പിന്തുണ പ്രാധാന്യം ഈ സംഭവം അടിവരയിടുന്നു. ഇവിടെ നിയമപരമായി എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നതും പ്രസക്തമാണ്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള മനോവിഷമമാണ് ചതുർഭുജിന്റെ മരണത്തിന് കാരണമായതെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചാൽ ആത്മഹത്യാ പ്രേരണ എന്ന കുറ്റം ചുമത്താൻ സാധിക്കുമോ എന്നത് ഒരു നിയമപരമായ ചോദ്യമാണ്. എന്നാൽ കേവലം ബന്ധം വേർപ്പെടുത്തിയതിനെ ആത്മഹത്യാ പ്രേരണയായി കണക്കാക്കാൻ നിലവിലെ നിയമവ്യവസ്ഥയിൽ പ്രയാസമുണ്ട്. വ്യക്തിപരമായ ഭീഷണിയോ നിരന്തരമായ മാനസിക പീഡനമോ പോലുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വകുപ്പ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഈ കേസിൽ നിയമത്തെക്കാൾ കൂടുതൽ ധാർമ്മികതയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിനോ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതിനെയോ തടയാൻ നിയമത്തിന് പരിമിതികളുണ്ട്. എങ്കിലും യുവതിയുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി ദുരുപയോഗം നടന്നിട്ടുണ്ടെങ്കിൽ നിയമപരമായി മറ്റു വഴികൾ തേടാൻ സാധിക്കും. ഒഡീഷ
ഒഡീഷയിൽ നടന്ന ഈ ദാരുണ സംഭവം പ്രണയബന്ധങ്ങളുടെയും അതിരുകടന്ന ത്യാഗങ്ങളെയും കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. ഭൗതിക നേട്ടങ്ങൾക്കും പദവികൾക്കും വേണ്ടി 14 വർഷത്തെ ആഴമായ ബന്ധത്തെയും നിഷ്കരണം വലിച്ചെറിഞ്ഞ ഒരു യുവതിയും ആ ബന്ധത്തിനു വേണ്ടി ജീവിതം തന്നെ ഹോമിച്ച ഒരു യുവാവും. ഈ സംഭവം നമ്മുടെ സമൂഹത്തിൽ വളരുന്ന സ്വാർത്ഥതയുടെയും ബന്ധങ്ങളിലെ ആത്മാർത്ഥത കുറവിന്റെയും പ്രതിഫലനമായി കണക്കാക്കാം. ഈ ദുരന്തം വ്യക്തിബന്ധങ്ങളിൽ വിശ്വസ്തത എത്രത്തോളം പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം ഒരാളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം പൂർണ്ണമായി മാറ്റിവെക്കുമ്പോൾ ഉണ്ടാവുന്ന അപകടത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. യുവാവിന് സംഭവിച്ചതിനെക്കുറിച്ച് അന്വേഷണം നടക്കുമെങ്കിലും നിയമപരമായി എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും പ്രതീക്ഷിക്കാം. എന്നാൽ നഷ്ടപ്പെട്ട ഒരു ജീവൻ തിരികെ കൊണ്ടുവരാൻ ഒരു നിയമത്തിനും കഴിയില്ല. ഈ ദുരന്തം സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ പാഠം പ്രണയം എന്നത് അനുബന്ധമായ നേട്ടങ്ങൾ അവസാനിക്കുമ്പോൾ ഉപേക്ഷിച്ച് കളയാവുന്ന ഒരു കരാറല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തെയും ആത്മാർത്ഥതയും അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രതിബദ്ധതയാണെന്നാണ്.